ഹിറ്റ് 96.7 FM കാറുകളുടെ കഥ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 കൊല്ലമായി. അപ്പോൾ അതിനിടയിൽ ഒരു ചില സ്പെഷ്യൽ കാർസ് വരുമ്പോൾ നമ്മൾ ഡ്രൈവ് മേറ്റ്സിനെ ലിസണേഴ്സിനെ കൂടെ വിളിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, ഒരു ജോയിൻ ചെയ്യാം, ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. അപ്പോൾ ലിസണർ ഡ്രൈവിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ആളെ മീറ്റ് ചെയ്യാൻ പോവാണ്. സുന്ദരേശൻ. ഓക്കെ, സോ ദിസ് ഇസ് സുന്ദരേശൻ നമ്മളോട് ഇന്ന് ജോയിൻ ചെയ്യുന്ന സ്പെഷ്യൽ ലിസണർ. സ്പെഷ്യൽ കാർ, സ്പെഷ്യൽ ലിസണർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഡ്രോൺ ഫോട്ടോഗ്രാഫിയാണ്. ആൻഡ് ഓൾസോ ഡെസേർട്ടിൽ പോകുന്ന ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു പാഷനുണ്ട്. ഇദ്ദേഹം ആക്ച്വലി ഹീസ് ഫ്രം മധുരൈ, ഞാൻ കേരളത്തിൽ നിന്ന്. പക്ഷേ എനിക്ക് തമിഴ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പവർ ടസൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തമിഴിൽ പറയുമ്പോൾ പുള്ളി മലയാളത്തിൽ പറയും. സുന്ദരേശ് ഇവിടെ ദുബൈയിൽ വന്നിട്ട് എത്ര ആളെ? 28 വർഷം. എന്നെക്കാളും ഒക്കെ കൂടുതൽ. വൺ ഓഫ് ദ മോർ ഫോർച്യുനേറ്റ് ഫെലോസ്. ഒരൊറ്റ കമ്പനിയിൽ തന്നെ ഇത്രയും വർഷം. വെരി കംഫർട്ടബിൾ, ഫീൽസ് ലൈക്ക് ഹോം. അത് മാത്രമല്ല, ഞങ്ങളുടെ കമ്പനി 45 years വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ട്. സാലറി ഇൻ ഇന്ത്യൻ റുപ്പീസ് when they came here before the dirhams was formed. അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കമ്പനിയുടെ പേരെന്താ? ഖാൻ സാഹിബ്. And Sudaresh family ഒക്കെ? Rama and wife, 2 kids. Wife and 2 kids. ഏത് ക്ലാസ്സുകളിൽ? മൂത്താള് 8th standard, grade 8 ആണ്. ഇളയാള് grade 5 ആണ്. എന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാണ്? ഓഫ് റോഡിംഗ് ഉണ്ടല്ലേ? ഓഫ് റോഡിംഗ് ചെറുതായിട്ട്, അത്ര ഇല്ല. പക്ഷേ ലോങ് ഡ്രൈവ്സ് ഇഷ്ടമാണ്. ഡ്രോൺ ഫോട്ടോഗ്രാഫിക്ക് എവിടെയൊക്കെയാണ് പോകാറുള്ളത്? മോസ്റ്റ്ലി കേരള. ആൻഡ് ഐ ഗോ ടു എക്സോട്ടിക് പ്ലേസസ്, വർക്കല, ആതിരപ്പള്ളി. പക്ഷെ ഇത് ഞാൻ പറയുന്നതൊക്കെ ഈ പബ്ലിക് സ്പോട്ടായിരിക്കില്ല. അതിന് കുറച്ചും കൂടി മൗണ്ടനൊക്കെ ക്ലൈം ചെയ്ത് എവിടെയെങ്കിലും പോകുന്നത് അങ്ങനെയായിരിക്കും. മനസ്സിലായി. അത് നമുക്ക് ഒരു സ്ഥലം കാണാൻ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ. നമ്മൾ ചെന്നിട്ട് എല്ലാവരും കാണുന്ന കാഴ്ച കാണാം, അല്ലെങ്കിൽ ഇത് അപ്പുറം ഒരു കാഴ്ച കാണാം. ഈ കഥകളിൽ, ഈ യാത്രകളിൽ ഓർക്കുന്ന രസമുള്ള എന്തെങ്കിലും ഒരു രസം എന്ന് പറയുമ്പോൾ അത് എന്തും ആകാം. ഞങ്ങൾ വാൽപ്പാറ പോയിട്ട് മറ്റേ ഈറ്റി എസ്റ്റേറ്റിന് ആ കുന്നിന് മുകളിൽ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാവും. അതിനകത്ത് സെൻട്രൽ പോയിട്ട് ഞാൻ കിടക്കുന്നവരായിട്ട് പിന്നെ ഡ്രോൺ പോക്കുന്നതായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി മുകളിൽ കയറണം. പക്ഷേ ക്യാമറ എടുക്കുന്ന ആൾക്കാർ ക്യാമറ വരാൻ പാടില്ല ഫ്രെയിമിൽ. അതുകൊണ്ട് അവർ താഴെ ഇറങ്ങി പോകും. അവർ താഴെ തന്നെ ഉണ്ടാവും, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് മുകളിൽ കയറി പോകാൻ പറ്റും. അവിടുത്തെ വില്ലേജ് ഇരുന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിച്ചു പോണേ, ഇന്നെ ഇവിടെ ഒരു പുലി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പേടിച്ചു. അപ്പൊ അതിനകത്ത് ഫുൾ പോയി കിടക്കണം. എവിടുന്ന് പുലി എങ്ങോട്ട് പാഞ്ഞു വരുമോ എന്നുള്ള ഒരു പേടിയാ. അപ്പൊ അതിനകത്ത് എന്റെ ഫേസിൽ ആ പേടി മൊത്തം കാണാം. കാരണം എനിക്ക് എങ്ങോട്ട് രക്ഷപ്പെട്ട് ഓടാനും പറ്റത്തില്ല. പുലി എവിടുന്ന് വരുമെന്ന് അറിയത്തില്ല, പുലി ഉണ്ടോന്ന് പോലും അറിയത്തില്ല. പുലി ഫോട്ടോ ബോംബ് ചെയ്യാൻ തീരുമാനിക്കുന്നത് നന്നായല്ലേ? അല്ലെങ്കിൽ ഒരു ആർക്കും ഇല്ലാത്ത ഒരു ഫോട്ടോ കൈ കിട്ടിയേനെ. അപ്പൊ സുന്ദരേശനും ഞാനും പരിചയപ്പെട്ടു. അതെ, ഇനി നമുക്ക് വണ്ടിയെ പരിചയപ്പെടാം. സിമ്പിൾ. Is a car which was actually built for tracks. കാരണം ഇത് റേസ് ടെക്നോളജീസിൽ നിന്നും ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ അതിൽ നിന്ന് ലേണിങ്സ് ഉൾക്കൊണ്ട മസറാത്തിയുടെ കാറാണ്. 6 cylinder ട്വിൻ ടർബോ എൻജിൻസ്. അത് അവരുടെ സൂപ്പർ സ്പോർട്സ് കാറിൽ MC20 എന്ന് പറയുന്ന സൂപ്പർ സ്പോർട്സ് കാറിൽ പിന്നെ അതിനുവേണ്ടി ഇവോൾവ് ചെയ്ത എൻജിൻ്റെ ഒരു ടോൺ ഡൗൺ വേർഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 542 ഹോഴ്സ് പവറും 660 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. And 0 to 100 comes in 3.5 seconds or even 3.3. Okay. Can you feel that raw energy? Yes. Adrenaline pumping, and also you can still feel that element of control that the car gives for you. ആ കൺട്രോൾ ചെയ്യാനുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ഒരു സ്പോർട്സ് കാറിന്റെ സോൾ. മസറാത്തിയുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും ഭയങ്കര ഡിസൈൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതാണ്. ഇത് തന്നെ കണ്ടില്ല, വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര എലഗൻറ്റ്. ഒരു 12.2 inch സ്ക്രീനാണ് ഇത്. AC കൺട്രോൾസ് ജസ്റ്റ് ഒരു ആംഗിൾ, ഒരു ചെറിയൊരു ലാപ്ടോപ്പ് ചരിച്ച് തുറന്നു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീല്.
സോ ഭയങ്കര ഡിസൈൻ സെൻസ് ആണ് മസറാത്തി ആക്കുന്നത്. ഫെറാരിയും മസറാത്തിയും രണ്ടും റിലേറ്റഡ് ആണ്. ഫെറാറിയുടെ സ്റ്റാർട്ട് ബട്ടൺ ഇതുപോലെ തന്നെയാണ്, ലെഫ്റ്റ് തമ്പിലാണ്. ഈ റൈറ്റിലുള്ളത് ഡ്രൈവ് മോഡ്സ് ആണ്. ആ ഡ്രൈവ് മോഡ്സ് ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് കോർസ എന്ന് പറയുന്നത് ടോപ്പ്, ട്രാക്ക് റേസിനുള്ള സാധനമാണ്, ഭയങ്കര കോർസാണ്. അത് കഴിഞ്ഞിട്ട് GT ഭയങ്കര കംഫർട്ടബിൾ ഗ്ലൈഡ്, പക്ഷേ സ്പോർട്ടി ക്വാളിറ്റീസ് ഉള്ളത്. ഈ സ്പോർട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ശരിക്കും 660 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇത് കംഫർട്ട്. ചില കാറുകൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡിവിജ്വാലിറ്റി. അതിനൊരു സ്വന്തമായൊരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിമുദ്രയുണ്ട്. ഇപ്പോൾ സാധാരണ നമുക്ക് അറിയാം അലേർട്ട് തരുന്നത്, ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് ഒരു വണ്ടി കയറി വരുവാണെങ്കിൽ ടണോങ് അല്ലെങ്കിൽ ടേക്ക് എന്നൊക്കെ പറഞ്ഞു തരും. ഇത് രണ്ട് മ്യൂസിക്കൽ നോട്ടാണ്. അതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ അത് ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് അവര്. ഇറ്റലിയിൽ പിന്നെ കമ്പോസേഴ്സിന് പഞ്ഞമില്ലല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്പോർട്ടിനെസ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് സിഗ്നേച്ചർ. Can you also tell me about the fuel economy? Fuel economy, we Indians shouldn't miss that. സത്യത്തിൽ ഇത്രയും കത്തിച്ച് ഓടിക്കുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ദുബായ് ട്രാഫിക് വെച്ചിട്ടാണെങ്കിലും ഇറ്റ്സ് ഐദർ ഒന്നിൽ ചവിട്ടി വിടുമ്പോൾ കത്തും, അല്ലെങ്കിൽ ട്രാഫിക്കിൽ കിടന്ന് കത്തും. എന്നാ പിന്നെ ചവിട്ടി വിട്ട് കത്തിച്ചു വിടുക എന്നുള്ളൊരിതാണ്. 6.7 kilometers per liter വരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. Which, I mean, given the engine, it's not bad. Actually, ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് എന്താ? ഇത് പിന്നെ ഇതാണ് ട്രൊഫേയോ എന്ന് പറയുന്ന മോഡൽ. ആ മോഡലിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് രണ്ട് മെയിൻ മോഡൽസ് ഉണ്ട്, മൊഡേന ആൻഡ് ട്രൊഫേയോ. ഈ മൊഡേന എന്ന് പറയുന്നത് മസറാത്തി നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ മൊഡേന എന്നാണ്. 689,000 ദിറംസിലാണ് ഇതിന്റെ മൊഡേന ട്രിം ആരംഭിക്കുന്നത്. പക്ഷേ ഈ ട്രൊഫേയോയിൽ എത്തുമ്പോൾ ഇതിന് ആക്ച്വലി 167 ഹോഴ്സ് പവർ എക്സ്ട്രാ ഉണ്ട്. തീർച്ചയായിട്ടും കുറെ കൂടെ പ്രതീക്ഷിക്കാം.